നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായ ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇരു ഗ്രഹങ്ങളും ഒന്നിക്കുന്ന മൂലം പല രാശിക്കാർക്കും പല നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഫെബ്രുവരി 27 ബുധനും ശുക്രനും മീനത്തിൽ ഒന്നിക്കുകയാണ്. ഇരു ഗ്രഹങ്ങളും ഒരു രാശിയിൽ തുടരുന്നതിലൂടെ 3 രാശികളിൽ രാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ശത്രുക്കളെ പോലും മുട്ടുകുത്തിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാം. നീചഭംഗ രാജയോഗം തന്നെ രൂപം കൊള്ളും എന്ന് തന്നെ പരാമർശിക്കാം. തന്മൂലം വളരെയധികം നേട്ടങ്ങൾ പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുക എന്ന് വിശദമായി തന്നെ അറിയാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. അതിനാൽ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഇടവം രാശി. കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിയുടെ 11ാം ഭാവത്തിലാണ് ബുധനും ശുക്രനും ഒന്നിക്കുക. അതിനാൽ ഇടവം രാശിക്കാർക്ക് നീചഭംഗ രാജയോഗമാണ് രൂപം കൊള്ളുക. ജോലിയിലും ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് കാരണമായി തീരും. പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ അത് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ശത്രുക്കൾ പോലും അമ്പരപ്പിക്കുവാൻ സാധിക്കുന്ന അമ്പരക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പ്രധാനമായും അത്തരം ചില യോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കളിയാക്കിയ പലരും നിങ്ങളുടെ ജീവിതത്തിൽ സഹായം അഭ്യർത്ഥിച്ച് വരുന്നതായ സമയമാകുന്നു. വളരെ കാലമായി സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചതായ പല കാര്യങ്ങളുമുണ്ട്. പലവിധ തടസ്സങ്ങളാൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. പലരും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അവരെ തിരിച്ച് സഹായിക്കുവാനുള്ള അവസരങ്ങൾ പോലും കടന്നു വരാം. കൂടാതെ സ്നേഹിച്ച ചില വ്യക്തികൾക്ക് തിരിച്ച് സ്നേഹം നൽകുവാനും സാധിക്കും. ചതിച്ചവരെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യം കൂടിയാണ് ഇത്. പല വ്യക്തികളെയും മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലും വിജയ സാധ്യത നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയമാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ടും ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സാഹചര്യം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം എന്ന പ്രത്യേകതയുമുണ്ട്. സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. വിജയ സാധ്യത നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരാക്കുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവത്തിൽ ബുധൻ പാപഗ്രഹമായാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ശുക്രൻ മൂലം ഉണ്ടാകുന്ന നീചഭംഗ രാജയോഗത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. പല വിധത്തിലും കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. അത് സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമായി തീർന്നു എന്ന് വരാം. ലക്ഷ്മി നാരായണ യോഗവും രൂപപ്പെടുന്നതിനാൽ നേട്ടങ്ങൾ അനവധി തന്നെയാണ് ഇവരിലേക്ക് കടന്നു വരിക. നേട്ടങ്ങൾ അനവധിയാണ് ഇവരിലേക്ക് കടന്നു വരിക. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും പല വ്യക്തികളും കളിയാക്കിയതായ സാഹചര്യമുണ്ട്. എന്നാൽ അവർ പോലും നിങ്ങളെ പുകഴ്ത്തുകയോ സഹായം അഭ്യർത്ഥിച്ച് വരികയോ ചെയ്യാം. ധനസഹായത്തിനായി അഭ്യർത്ഥിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത്തരം പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാനും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക.
കുടുംബ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും, പ്രത്യേകിച്ചും തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, കാര്യ തടസ്സങ്ങൾ അകലുകയും കാര്യവിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. വന്നു ചേരുന്നതായ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതും അനിവാര്യമാകുന്നു. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ നിന്നും, നിലനിൽക്കുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ബിസിനസ് പരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ശോഭിക്കുവാനുള്ള അവസരങ്ങൾ അത് ചെയ്യുന്നതായ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ലാഭം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ നൽകും. ചെലവുകൾ പലപ്പോഴും വർദ്ധിക്കുന്നു എന്ന പ്രശ്നം നിങ്ങൾ നേരിടുന്നതാണ്. എന്നാൽ ആ ജീവിത ചെലവുകൾ ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽപരമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അത്തരം നേട്ടങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഉന്നതമായ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള യോഗം ഈ രാശിക്കാർക്ക് വന്നു ചേരും. മാനസികപരമായ വിഷമങ്ങൾ, ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഷ്ടകാലം ഒരു പരിധി വരെയെങ്കിലും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതാകുന്നു. എന്നാൽ ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. ആരെയും പൂർണ്ണമായും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് സ്വയം വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചിന്തകൾ അനിവാര്യമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ ഈ സമയം കൈക്കൊള്ളുവാൻ പാടൂ.